വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC KFC അസിസ്റ്റന്റ് എക്സാം സെപ്റ്റംബർ 13 നടക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഓഫീസ് അസിസ്റ്റന്റിന്റെ നമ്മൾ ആൻസർ ചെയ്യാൻ ഡിസ്കസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. സോ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC KFC അസിസ്റ്റന്റിന് ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ഉണ്ടായിരിക്കും, അതിന്റെ റെക്കോർഡ് ആക്സസ് ചെയ്യാൻ സാധിക്കും. MCQ പ്രാക്ടീസ് അവൈലബിൾ ആയിരിക്കും, PDF നോട്ട്സ് ഉണ്ടായിരിക്കും. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. സോ ആദ്യം ജോയിൻ ചെയ്യുന്ന 100 സ്റ്റുഡൻസിന് ഓഫർ പ്രൈസിലാണ് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. 2500 രൂപ മാത്രമാണ് വരിക. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് ഈ ഒരു പോസ്റ്റ് ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത 5 ചോദ്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കിടക്കാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള ചോദ്യം. ഇതാണ്: In the event of dissolution of a firm, individual assets of the partners are first used for the payment of the dash. അപ്പം എന്താണ് ക്വസ്റ്റ്യൻ? ഡിസൊല്യൂഷൻ്റെ സമയത്ത് പാർട്ട്നേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ അസറ്റ്സ് ഉണ്ടായിരിക്കും. അത് നമ്മൾ എന്ത് പേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ആദ്യം യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. നമ്പർ 1 ഫേംസ് ലൈബിലിറ്റി പേ ഓഫ് ചെയ്യാൻ. നമ്പർ 2 പാർട്ട്നേഴ്സ് പേഴ്സണൽ ലൈബിലിറ്റി. ദെൻ ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ളത് കൊടുക്കുക. ദെൻ നൺ ഓഫ് ദീസ്. 4 ഓപ്ഷനാണ് വരുന്നത്. സോ എന്താണ് ഇതിൻ്റെ ആൻസർ വരിക? ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനം ക്ലോസ് ചെയ്തു, ഡിസോൾവ് ആയി. സോ അതിലുള്ള പാർട്ട്നേഴ്സിനുള്ള ഇൻഡിവിജ്വൽ അസറ്റ്സ് ആദ്യം ഇൻഡിവിജ്വൽ അസറ്റ്സ് വിറ്റ് കിട്ടുന്ന പൈസ അതുകൊണ്ട് നമ്മൾ ആദ്യം പേ ഓഫ് ചെയ്യേണ്ടത് പാർട്ട്ണറുടെ പേഴ്സണൽ ലൈബിലിറ്റീസ് പേ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഓപ്ഷൻ B ആണ് ആൻസർ വരാം. പാർട്ട്നേഴ്സ് പേഴ്സണൽ ലൈബിലിറ്റീസ് പേ ഓഫ് ചെയ്യാനാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. പല കുട്ടികളും തെറ്റായിട്ട് ഫേംസ് ലൈബിലിറ്റീന്ന് എഴുതാറുണ്ട്. സോ ഓപ്ഷൻ B ആണ് ആൻസർ, പാർട്ട്നേഴ്സ് പേഴ്സണൽ ലൈബിലിറ്റീസ്. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 7. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് പേപ്പറുകളിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ളതാണ്. എമൗണ്ട് സെറ്റ് അസൈഡ് ടു മീറ്റ് ലോസസ് ഡ്യൂ ടു ബാഡ് ഡെറ്റ്സ് ഈസ് എ ഡാഷ്. എന്താണ് ക്വസ്റ്റ്യൻ? ലോസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുന്ന എമൗണ്ടിനെ പറയുന്ന പേരെന്താണ്? എന്താണ്? എമൗണ്ട് സെറ്റ് അസൈഡ് ടു മീറ്റ് ലോസസ് ഡ്യൂ ടു ബാഡ് ഡെറ്റ്സ്. ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കിട്ടാക്കടം. സോ നമുക്ക് വരുന്ന നഷ്ടങ്ങളെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന എമൗണ്ടിനെ പറയുന്ന പേരെന്താണ്? നമ്പർ 1 റിസർവ്, നമ്പർ 2 ലൈബിലിറ്റി, നമ്പർ 3 പ്രൊവിഷൻ, നമ്പർ 4 നൺ ഓഫ് ദീസ്. എന്താണ് ഇതിനെ പറയാ? അതിനെ പറയുന്ന പേരാണ് പ്രൊവിഷൻ. നമുക്ക് അറിയാൻ സാധിക്കുന്ന ലോസസിന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ പ്രൊവിഷൻ എന്ന് പറയാൻ സാധിക്കുക. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലോസ് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എമൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതെങ്കിൽ അതിനെയാണ് പ്രൊവിഷൻ എന്ന് പറയാം. റിസർവ് എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് പ്രോഫിറ്റ് ഒക്കെ കിട്ടുന്ന സമയത്ത് ഒരു ജനറൽ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന എമൗണ്ടിനെയാണ് റിസർവ് എന്ന് പറയാം. ജനറൽ റിസർവ് എന്നൊക്കെ പറയും. അതാണ് റിസർവും പ്രൊവിഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഒരു സ്പെസിഫിക് ലോസ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ് കേട്ടോ. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 8. ഗുഡ്സ് ഗിവൺ ആസ് സാമ്പിൾസ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു. ഏത് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ഗുഡ്സ് ഗിവൺ ആസ് സാമ്പിൾസ് ആണ്. അപ്പോൾ ഒരു സ്ഥാപനം ഗുഡ്സ് എന്താണ്? സാമ്പിൾ ആയിട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ മനസ്സിൽ വരേണ്ട ഒരു കാര്യം എന്താ? എന്തും ഒരു സ്ഥാപനം സാമ്പിൾ ആയിട്ട് കൊടുക്കുന്നത് എന്തിൻ്റെ ഭാഗമായിട്ടാണ്? അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. വിൽക്കല്ല ചെയ്യുന്നത് ഗുഡ്സ്. വിൽക്കാണെങ്കിൽ നമ്മൾ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക, അല്ലേ? ക്യാഷ് സെയിലാണ് നടക്കുന്നതെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് വരും. ക്യാഷ് നമുക്ക് കിട്ടുമ്പോൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ക്യാഷ് കിട്ടി, സെയിലിനെ ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ഗുഡ്സ് സാമ്പിൾ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ സാമ്പിളായിട്ട് എന്ത് കൊടുത്താലും അത് എന്താണ്? അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ? എക്സ്പെൻസ് ആണ് നമ്മുടെ. അപ്പോൾ ഇവിടെ എൻട്രി എന്താ ശരിക്കും വരാം? അഡ്വർടൈസ്മെൻറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം.
അഡ്വർടൈസ്മെന്റിനെ നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, എന്തിനാണ് ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ ഉള്ള ഗുഡ്സ് ആക്ച്വലി പോവാണ് ചെയ്യുന്നത് സാമ്പിളായിട്ട് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഗുഡ്സ് നമ്മൾ മേടിക്കുന്ന സമയത്ത് എന്താണ് ചെയ്യുക, ഡെബിറ്റ് ചെയ്യും, പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുക ഗുഡ്സ് മേടിക്കുമ്പോൾ. ആ ഗുഡ്സ് വിൽക്കുകയാണെങ്കിൽ നമ്മൾ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ ആ പർച്ചേസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഗുഡ്സ് വന്ന സമയത്ത് നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും പർച്ചേസസ് അക്കൗണ്ടിന്, അല്ലേ, പർച്ചേസിന് ഗുഡ്സ് വരുമ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്ന് തിരിച്ചു പോവാണ്, അല്ലാണ്ട് നമ്മൾ വിൽക്കല്ല ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് അക്കൗണ്ടിനെ നേരെ ഓപ്പോസിറ്റ് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. സോ ഇവിടെ എൻട്രി എന്താ വരാ ശരിക്കും, ഇങ്ങനെ ഗുഡ്സ് സാമ്പിളായിട്ട് കൊടുക്കുമ്പോൾ അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു പർച്ചേസസ് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ പർച്ചേസിനെയാണ് നമ്മളവിടെ ക്രെഡിറ്റ് ചെയ്യുന്നത്, അഡ്വർടൈസ്മെന്റിനെ നമ്മൾ ഡെബിറ്റും ചെയ്യും എക്സ്പെൻസ് ആയതുകൊണ്ട്. സോ ആൻസർ വരാ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഏത് ചോദ്യം പഠിക്കുമ്പോഴും എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതിനുള്ള ആൻസർ വെറുതെ എന്താണ് നോക്കി ടിക്കറ്റില്ല വേണ്ടേ, അതിലുള്ള മറ്റു ഓപ്ഷൻസ് നോക്കുക. നമുക്ക് കൺസെപ്റ്റ് അറിയണം. അപ്പോൾ ഇതിൽ അഡ്വർടൈസ്മെന്റ് ഉണ്ട്, എക്സ്പെൻസ് ആണ്. സെയിൽസ് നമ്മൾ അല്ല വിൽക്കുമ്പോഴാണ് സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യുക. ഗുഡ് വിൽ ഉണ്ട്, അത് ഇതായിട്ട് ബന്ധമുള്ളതല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണമെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. Moving to question number 9. The conservatism concept is applied in the area where ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് കൺസർവേറ്റിസം, പ്രൂഡൻസ് കൺസെപ്റ്റ് ആണ്. സോ ഇത് നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? 4 ഓപ്ഷൻ ആണ്. ഇൻവെന്ററീസ് ആർ വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. നമ്പർ 1. ഡിപ്രീഷിയേറ്റിംഗ് ഫിക്സഡ് അസെറ്റ് over their useful lives. Number 3. disclosing the market value of security. Then all of this. എന്താണ് ആൻസർ വരാ? അതിന് എന്താണ് കൺസർവേറ്റിസം കൺസെപ്റ്റിൽ പറയുന്നത്? നമുക്ക് വരാൻ പോകുന്ന ലോസിനെ മുൻകൂട്ടി കണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വി ക്യാൻ ആൻറ്റിസിപ്പേറ്റ് ദി ലോസസ്, ബട്ട് നമുക്ക് ഗെയിൻസ് മുൻകൂട്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടാൻ പോകുന്ന ലോട്ടറി അടിക്കും എനിക്ക് 50 ലക്ഷം എന്ന് പറഞ്ഞിട്ട് അതിന് ആ എമൗണ്ട് കിട്ടും എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എമൗണ്ട് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ലോസസിനെ നമുക്ക് റെക്കോർഡ് ചെയ്യാം, മുൻകൂട്ടി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ബട്ട് ഗെയിൻസ് മുൻകൂട്ടി നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രുഡൻസ് കൺസെപ്റ്റിൽ പറയുന്നത്. എവിടെയാണ് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കാണുന്നത്? ഇൻവെന്ററീസ് ആർ വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻവെന്ററി സ്റ്റോക്കാണ്. അത് നമ്മൾ വാല്യൂ ചെയ്യുമ്പോൾ കോസ്റ്റ് പ്രൈസിലോ മാർക്കറ്റ് പ്രൈസിലോ രണ്ടും കമ്പയർ ചെയ്ത് വിച്ച് എവർ ഈസ് ലെസ് ആയിരിക്കണം കാണിക്കണ്ടേ. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ അല്ലേ ആക്ച്വൽ നമ്മൾ മേടിക്കുമ്പോൾ ഉള്ള പ്രൈസിനെയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയാം. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ്, മേടിക്കുമ്പോഴുള്ള കോസ്റ്റ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താ, മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഡിമാൻഡിൻ്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രൈസാണ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ ഇൻവെന്ററീസ് എപ്പോഴും ഇത് രണ്ടും കമ്പയർ ചെയ്ത് വിച്ച് എവർ ഈസ് ലെസ് ആണ് കാണിക്കണ്ടേ. എന്ന് പറഞ്ഞാൽ ഇൻവെന്ററീസ് സ്റ്റോക്കിൻ്റെ കേസിൽ എന്തെങ്കിലും നമുക്ക് നഷ്ടം അതിനെ റിലേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് അതിനെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കാര്യങ്ങൾ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അൺറിയലൈസ്ഡ് ഗെയിൻ റിലേറ്റഡ് വിത്ത് ഇൻവെന്ററി നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, നമ്മുടെ ഇൻവെന്ററിയുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് അവിടെ കൂടി വരികയാണ് എന്ന് വിചാരിച്ചിട്ട് ആ കൂടി വരുന്ന എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കാണിക്കാൻ പാടില്ല. മാർക്കറ്റിൽ അതിൻ്റെ വാല്യൂ കൂടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യില്ല, കൂടുതലുള്ള വാല്യൂ കാണിക്കില്ല എന്ന്. എപ്പോഴും എന്താ കാണിക്കുള്ളൂ, കുറവുള്ളതേ കാണിക്കുള്ളൂ. അതെന്താണ് കൺസർവേറ്റിസം കൺസെപ്റ്റിൽ പറയുന്ന കാര്യമാണ്. ഓക്കെ, അതാണ് ഈ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ആൻസർ എന്താ വരാ, കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് ഇൻവെന്ററീസ് ആർ വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. കൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ദെൻ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഡയറക്റ്റ് ആപ്ലിക്കേഷൻ വരുന്നത് പോയിന്റ് എയിലാണ്. അതിൻ്റെ റീസൺ എന്താ ഞാൻ പറഞ്ഞേ, ഇൻവെന്ററിയുടെ കേസിൽ വരുമ്പോൾ അതിൻ്റെ ഇപ്പം ഈ പെന്നിൻ്റെ വാല്യൂ കോസ്റ്റ് പ്രൈസ് 10 രൂപയായിരിക്കും, മാർക്കറ്റിൽ ഇപ്പോൾ ഇതിന് ഭയങ്കര ഡിമാൻഡായിട്ട് 15 രൂപ. നമുക്ക് ആ 15 രൂപ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. എന്താ കാരണം? നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം ലോസിനെ നമുക്ക് റെക്കോർഡ് ചെയ്യാം, കിട്ടാൻ സാധ്യതയുള്ള ഗെയിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് സംഭവം. സോ ആൻസർ വരുന്നത്
ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓക്കെ, റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളൊരു ചോദ്യമാണിത്. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 10. Depreciation is computed in an accounting package according to the principle laid down in dash. ഡിപ്രീസിയേഷൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് പ്രകാരം കമ്പ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ് പ്രകാരം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും അല്ലേ. സോ ഈ കമ്പ്യൂട്ട് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ലെയ്ഡ് ഡൗൺ. സോ നമുക്കറിയാം ഗ്യാപ്പാണ് ശരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അല്ലെ, അക്കോർഡിംഗ് ടു ദി പ്രിൻസിപ്പിൾ. ഈ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അക്കൗണ്ടിങ് കൺസെപ്റ്റ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. സോ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന 3 കാര്യങ്ങളാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അക്കൗണ്ടിങ് കൺസെപ്റ്റ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്, റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ് പ്രകാരമോ അല്ലെങ്കിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് പ്രകാരം ഒക്കെ കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇൻ ആൻ അക്കൗണ്ടിങ് പാക്കേജ് അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ലെയ്ഡ് ഡൗൺ ഇൻ, ഈ പറയുന്ന ജനറലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിളിലെ എന്തിൻ്റെ ബേസിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഡിപ്രീസിയേഷൻ്റെ കാൽക്കുലേഷൻ കമ്പ്യൂട്ടേഷനെ പറ്റിയിട്ട് ഈ 3 എണ്ണത്തിൽ അല്ലെങ്കിൽ 4ാമത്തെയും പറയുന്നുണ്ട്, ഈ 4 പോയിന്റിൽ ഏതിലാണ് ഡിപ്രീസിയേഷൻ്റെ കമ്പ്യൂട്ടേഷനെ പറ്റിയിട്ട് പ്രോപ്പറായിട്ട് പറയുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലാണ് ഇതിൻ്റെ കമ്പ്യൂട്ടേഷനെ പറ്റി പറയുന്നത്. ഇപ്പോൾ അക്കൗണ്ടിങ് കൺസെപ്റ്റ് ഉണ്ട്. കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ബ്രോഡ് ഐഡിയാസ് ആണ് ഈ പറയുന്ന കൺസെപ്റ്റ്. ഇപ്പോൾ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, മാച്ചിങ് കൺസെപ്റ്റ്, ഇതൊക്കെയാണ് അക്കൗണ്ടിങ് കൺസെപ്റ്റിൽ പറയുന്നത്. അക്കൗണ്ടിങ് കൺസെപ്റ്റ്സിൽ ഇതിൻ്റെ കമ്പ്യൂട്ടേഷനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. ഡിപ്രീസിയേഷൻ്റെ കമ്പ്യൂട്ടേഷനെ പറ്റിയിട്ടൊന്നും നമുക്ക് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സിൽ നോക്കിയാൽ കാണാൻ സാധിക്കില്ല. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിലും കാണാൻ സാധിക്കില്ല. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൽ എന്താ നമുക്ക് കാണാൻ സാധിക്കുക, ജനറൽ റൂൾസ് ആണ് അവിടെ കാണാൻ സാധിക്കുക. അവിടെ കമ്പ്യൂട്ടേഷൻ്റെ കാര്യങ്ങൾ കാണാൻ സാധിക്കില്ല അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ. നേരെ മറിച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലാണ് വ്യക്തമായിട്ട് ഇതിൻ്റെ കമ്പ്യൂട്ടേഷനെ പറ്റിയിട്ട് പറയുന്നത്. ഞാൻ പറഞ്ഞു സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണോ അല്ലെങ്കിൽ റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡിൽ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് കമ്പ്യൂട്ടേഷനെ പറ്റിയിട്ട് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലാണ്. സോ ആൻസർ വരുന്നത് എ ആണ്. അപ്പോൾ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ഈ 3 കാര്യങ്ങൾ വരുന്നുണ്ട്. സോ ഇതിൽ എന്തിൻ്റെ ബേസിലാണ് ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. സോ നമ്മൾ ഇന്ന് 5 ക്വസ്റ്റ്യൻസ് വീണ്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ചോദ്യത്തിനും വ്യക്തമായിട്ടുള്ള അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പം ഞാനിതിൻ്റെ എക്സ്പ്ലനേഷൻ നൽകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ് ഇവിടെ വേണ്ടത്. എന്നാൽ മാത്രമേ എന്ത് വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ ഇത് സിമ്പിളാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. ബട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് നിങ്ങളൊരു സാധാരണ രീതിയിൽ യൂണിവേഴ്സിറ്റി സ്റ്റഡിയാണ് നടത്തി പോയിട്ടുള്ളതെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നും. ബട്ട് നിങ്ങൾ ആൻസർ ചെയ്തിട്ടുള്ള മിക്കതും തെറ്റായിരിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്പർ 6 മിക്ക പേരും ചിലപ്പോൾ ഫേംസ് ലൈബിലിറ്റിയിലേക്ക് പോകും. 7 ഒന്നും കുഴപ്പമില്ല. അതുപോലെ തന്നെ ലാസ്റ്റുള്ള ക്വസ്റ്റ്യൻ നമ്പർ 10 പലപ്പോഴും തെറ്റിക്കാറുള്ള. ഓക്കെ, അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം. ദിവസം നമ്മുടെ ഡിസ്കഷൻ ഉണ്ടായിരിക്കും, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. സോ നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉഷാറായി പഠിക്കാം കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്.